അതിർത്തി അശാന്തമോ എന്ന ചർച്ച തുടരുകയാണ്. അതിർത്തി അശാന്തം തന്നെയാണ്. അതോടൊപ്പം തന്നെ കടുത്ത തീരുമാനങ്ങൾ, വലിയ തീരുമാനങ്ങളിലേക്ക് രാജ്യം പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി വരുന്നത്. അതുപോലെ തന്നെ ഹൈക്കമ്മീഷനെ തിരിച്ചു വിളിക്കാനും അങ്ങോട്ട് ഉദ്യോഗസ്ഥരെ തിരിച്ച് പറഞ്ഞയക്കാനും ഒക്കെയുള്ള തീരുമാനങ്ങൾ, വിസ റദ്ദാക്കൽ തീരുമാനം, ഇതൊക്കെ തന്നെയും ഇപ്പോൾ സ്റ്റേജ് 1, 2, 3 എന്നൊക്കെ രൂപത്തിലുള്ള ഒരു നടപടികളായിട്ടാണ് അതിനെ നയതന്ത്ര വിദഗ്ധർ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു വലിയ നടപടിയല്ല എന്നുകൂടി പറയുന്നുണ്ട്. നമ്മൾ എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ തരത്തിലുള്ള ഒരു സഹായം നൽകുന്ന, അവിടുത്തെ ജനങ്ങളെ സഹായിക്കുന്ന കാര്യങ്ങളിൽ നിന്നും പിന്നാക്കം പോയിരുന്നില്ല യഥാർത്ഥത്തിൽ. ഇപ്പോൾ ഈ നദീജല കരാർ റദ്ദാക്കുന്നതിലൂടെ സ്വാഭാവികമായും അവർക്ക് വെള്ളം കിട്ടാത്തൊരു പ്രശ്നം വരും. അവിടുത്തെ ജനങ്ങൾ തന്നെ ആ സർക്കാരിനെതിരാകും. പക്ഷേ അവിടെ ഒരു സർക്കാർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സൈന്യം നിയോഗിച്ചിരിക്കുന്ന സർക്കാരാണ് അവിടെ ഉള്ളത്. യഥാർത്ഥത്തിലൊരു ജനാധിപത്യ സംവിധാനത്തിലൊന്നും പ്രവർത്തിക്കുന്ന സംവിധാനമല്ല അവിടെ. ഇപ്പോൾ ഇസ്ലാമാബാദിലല്ല ഭരണം, യഥാർത്ഥത്തിൽ റാവൽപിണ്ടിയിലാണ്. അതിൽ യഥാർത്ഥത്തിൽ അവിടെ സൈനിക മേധാവി അസീം മുനീറാണ് അവിടെ ഭരിക്കുന്നത്. ISI മേധാവിയായിരുന്നു. തീവ്ര നിലപാടുകാരനാണ്. തീവ്ര നിലപാടിലുള്ള പ്രസംഗങ്ങൾ, നേരത്തെ ഈ പറയുന്ന ഈ ഭീകരാക്രമണത്തിലേക്ക് നീങ്ങാൻ ഈ ഭീകരർക്ക് ഒരു നിർദ്ദേശം നൽകുന്ന രൂപത്തിലുള്ള പ്രസംഗം അയാൾ അവിടെ നടത്തിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ അവിഭാജ്യ ഘടകമാണ് കശ്മീരെന്നും കഴുത്തിലെ ഞരമ്പാണ് എന്ന് തുടങ്ങിയ പ്രസംഗമൊക്കെ ഒരു സൂചനയായിരുന്നു എന്ന രൂപത്തിൽ ഇപ്പോൾ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്, ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിൽ അവിടെ പ്രവർത്തിക്കുന്നു. പാകിസ്ഥാന് നേരത്തെ പല ഘട്ടങ്ങളിലായാലും ഇന്ത്യക്ക് നേരെ നടന്ന ആക്രമണങ്ങളുടെ സമയത്തായാലും ഇപ്പോൾ കശ്മീരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായാലും ഈ അന്താരാഷ്ട്ര തലത്തിലൊക്കെ എല്ലാ സമയത്തും കശ്മീർ ഉന്നയിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചിരുന്നല്ലോ. അപ്പോൾ ആ ഘട്ടത്തിലൊക്കെ നമ്മൾ നമ്മുടെ ആഭ്യന്തര വിഷയമാണെന്ന് പറയുന്നു. അതേസമയം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ കുറച്ച് പാകിസ്ഥാനൊപ്പം കുറച്ച് നമുക്കൊപ്പം എന്ന രൂപത്തിലാണ് പെരുമാറിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നിലവിൽ പാകിസ്ഥാൻ്റെ സ്ഥിതി എന്താണെന്ന് നോക്കുമ്പോൾ ഇപ്പോൾ അമേരിക്ക ആയാലും ചൈന ആയാലും റഷ്യ ആയാലും ആ പഴയ പിന്തുണയില്ല. അപ്പോൾ പഴയ സഹായം ലഭിക്കുന്ന ഒരു സാഹചര്യം അവർക്കില്ല. ദുർബലമായ ഭരണകൂടമാണ്. ഇപ്പോൾ ഇറാനുമായിട്ടും പ്രശ്നങ്ങളുണ്ട്. ഈ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ബന്ധം വഷളായിട്ടുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ എല്ലാ തരത്തിലും സാമ്പത്തികമായും ഭരണപരമായൊക്കെ ദുർബലമായിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഞങ്ങളിവിടെയുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി നടത്തിയ ഒരു ആക്രമണമാണോ എന്ന രൂപത്തിലും വിലയിരുത്തപ്പെടുന്നുണ്ട്. അപ്പോൾ അവർ ഒരു ആക്രമണം നടത്തുന്നതിലൂടെ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു അശാന്തി വിതയ്ക്കാൻ സാധിക്കും എന്നുള്ള ഒരു സന്ദേശം നൽകുകയായിരുന്നു. അതാണ് ഇപ്പോൾ പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത്. തിരിച്ചങ്ങോട്ട് കിട്ടാൻ പോകുന്ന മറുപടി എന്നുള്ളത് കടുത്തതാണ്. അവരെ സംബന്ധിച്ച് നമ്മൾക്കെതിരെ ചെയ്തിരിക്കുന്നത് ഷിംല കരാർ റദ്ദാക്കിയെന്ന കാര്യമാണ് പറയുന്നത്. ഷിംല കരാർ യഥാർത്ഥത്തിൽ ഉണ്ടോ എന്നുള്ള സംശയം നിലവിലുണ്ട്. ഷിംല കരാറൊക്കെ എഴുതി ഒപ്പിട്ടു എന്നെങ്കിലും അത് ആ രൂപത്തിലൊന്നും പ്രവർത്തിക്കുന്നില്ല. LOC എന്നുള്ള കാര്യത്തിൽ മാത്രം ഈ ഇൻ്റർനാഷണൽ ബോർഡർ വേണം എന്നുള്ള ഒരാവശ്യമാണ് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിരുന്നതിൽ ആ രൂപത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഷിംല കരാർ ഇല്ലാതാക്കിയെന്ന് പറഞ്ഞാലും അത് ഇന്ത്യയെ സംബന്ധിച്ച് ബാധിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. ഈ വ്യോമ അതിർത്തി അല്ലെ, വ്യോമ തടസ്സം, പാത തടസ്സപ്പെടുത്തുക എന്നത് മാത്രം ഒരു പക്ഷേ അത് ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പ്രധാനമന്ത്രി ഇപ്പോൾ ആക്രമണമുണ്ടായ ഘട്ടത്തിൽ, ജിദ്ദയിൽ നിന്ന് മടങ്ങുന്ന ഘട്ടത്തിൽ ആ വ്യോമപാത ഒഴിവാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റു വഴിയിലൂടെ പോകാൻ പറ്റും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് അവിടെ നിൽക്കുന്നു. ഇനിയിപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, ഒരു BSF ജവാൻ അവിടെ പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഏത് രൂപത്തിലാണ് ഇനി പരിഹരിക്കപ്പെടുക എന്നുള്ള വിഷയം. കാരണം അഭിനന്ദൻ വർത്തമാൻ്റെ കാര്യത്തിൽ പോലും നമ്മൾ എത്രത്തോളം ചർച്ചകൾ നടത്തേണ്ടി വന്നു, എത്ര കഴിഞ്ഞിട്ടാണ് വിട്ടുകിട്ടിയത് എന്നുള്ളൊരു പ്രശ്നം അവിടെ നിൽക്കുന്നു. അപ്പോൾ ഇത്രയും സങ്കീർണമായ സാഹചര്യത്തിൽ ആ ജവാൻ ഫിറോസ്പൂരിലെ അതിർത്തിയിൽ നിന്നും അബദ്ധത്തിൽ അപ്പുറത്തേക്ക് പോയതാണ്, പാകിസ്ഥാൻ്റെ കയ്യിൽ പെട്ടിരിക്കുകയാണ്. അപ്പോൾ ചർച്ചകൾ നടക്കുന്നു എന്ന് പറയുന്നു. അതിൽ ഒരു ആശങ്ക അവിടെ നിൽക്കുകയാണ്. ഇനി പാകിസ്ഥാനെ സംബന്ധിച്ച ഈ തരത്തിൽ അശാന്തി വിതയ്ക്കുക എന്നുള്ളൊരു കാര്യം അവിടെ ചെയ്തിരിക്കുന്നതാണ്. നേരത്തെ ഉണ്ണിബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ എത്രത്തോളം സമാധാനം നമ്മൾ ആഗ്രഹിച്ചു, എത്രത്തോളം നമ്മൾ ക്ഷമ കാണിച്ചു, അത്രത്തോളം അവർ തിരിച്ച് ആ രൂപത്തിലല്ല പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. അപ്പോൾ തിരിച്ചടി ഇത് പോരാ എന്നുള്ളത് ആണ് രാജ്യം ഒന്നാകെ ആഗ്രഹിക്കുന്ന കാര്യം. അത് സൈനിക നടപടി ഉണ്ടാകുമെന്നുള്ളതിൻ്റെ സൂചനകൾ കൃത്യമായി ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രി ഇന്ന് പ്രസംഗിച്ചത് ബീഹാറിലാണ് എന്ന കാര്യത്തിൽ എതിരഭിപ്രായം വരുന്നുണ്ട് എന്നെങ്കിൽ പോലും അവിടെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എവിടെ ഇരുന്നാലും ഏത് ഭാഗത്തായിരുന്നാലും ഈ ഭീകരർക്ക് പിന്തുണ നൽകുന്നവർക്കും കൃത്യമായ മറുപടി രാജ്യത്തിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സൈനിക നടപടി അത് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല, അതുണ്ടാവുക തന്നെ ചെയ്യും. ഈ സമയത്ത് രാജ്യം ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പ്രതിപക്ഷം ആ ഒരു ഔചിത്യം കാണിച്ചിട്ടുണ്ട്, ആ ഒരു രൂപത്തിൽ തന്നെയാണ് പ്രതികരിച്ചിട്ടുമുള്ളത്. അവിടെ സുരക്ഷാ വീഴ്ചയുണ്ടായോ എന്നുള്ളൊരു ചോദ്യം യഥാർത്ഥത്തിൽ ഉയരുന്നുണ്ട്. ആ ചോദ്യത്തിന് ഉറപ്പായിട്ടും കേന്ദ്ര സർക്കാർ മറുപടി നൽകേണ്ടതാണ്. കേന്ദ്ര സർക്കാരിന് അതിലുള്ള ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ രാജ്യം രണ്ടായി നിൽക്കുന്ന ഒരു സാഹചര്യം, രാജ്യം ഒരുമിച്ച് തന്നെയാണ്. നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗമായി
ലീഗ് MP പറഞ്ഞതുപോലെ ഇവിടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഭിന്നിപ്പ് സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നു. അതിനെ കൃത്യമായും എതിർക്കേണ്ടത്, അതിൽ കർശന നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ഒറ്റക്കെട്ടായി തന്നെ ഈ സാഹചര്യത്തെ നേരിടേണ്ടതുണ്ട്. അതിനിപ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ നമുക്കുണ്ട്. ആക്രമണം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ ആ പ്രതികരണം വന്നിട്ടുള്ളതാണ്. ഇനി നമ്മളെ സംബന്ധിച്ച് സാങ്കേതികമായി പാകിസ്ഥാനാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് കൃത്യമായി തെളിയിക്കേണ്ടി വരും. ആ ഒരു കാര്യം കൂടി അവിടെ നിൽക്കുന്നു. നമ്മൾക്ക് അറിയാം പാകിസ്ഥാനാണ് ചെയ്തതെന്ന്. പക്ഷേ മറ്റ് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അത് അറിയിക്കാൻ ഇത് കൃത്യമായിട്ടും അതിനുള്ള തെളിവ് നമ്മൾ മുന്നോട്ട് വയ്ക്കേണ്ടി വരും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ തെളിവ് നമ്മളുടെ കയ്യിലുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പാകിസ്ഥാൻ പറയുന്നത് തെളിവ് എവിടെ എന്ന ചോദ്യം പാകിസ്ഥാൻ ചോദിക്കുന്നു. ഇപ്പോൾ ജലയുദ്ധത്തിലാണ്, നമുക്കെതിരെ പറഞ്ഞ കാര്യമാണ് ജലയുദ്ധം എന്നാണ്. ഇപ്പോൾ സിന്ധു നദീജല കരാർ പിൻവലിച്ചോടുകൂടി പറയുന്ന കാര്യം നമ്മൾ ജലയുദ്ധത്തിലാണെന്നുള്ളതാണ്. ജലയുദ്ധത്തിലാണെങ്കിൽ അതിനെ നിയമപരമായി അവർ നേരിടുമെന്നാണ് പറയുന്നത്. നിയമപരമായി എങ്ങനെ നേരിടുമെന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. ഈ പറയുന്ന വേൾഡ് ബാങ്കിൻ്റെ മാധ്യസ്ഥത്തിൽ നടന്നിട്ടുള്ള ഒരു കരാറാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പെട്ടെന്ന് ആ കരാറിൽ നിന്നും ഇന്ത്യക്ക് പിൻവാങ്ങാൻ കഴിയില്ല എന്നൊരു വാദം പാകിസ്ഥാൻ അവിടെ ഉന്നയിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് പിൻവാങ്ങുന്നു എന്നുള്ള കാര്യം ലോകത്തിന് മുന്നിൽ തന്നെ വ്യക്തമായ കാര്യമാണ്. അപ്പോൾ അതിലേക്ക് പാകിസ്ഥാൻ നമ്മളെ നിർബന്ധിതമാക്കി എന്നുള്ളതാണ്. കൃത്യമായ മറുപടി സൈനികമായും ഈ നയതന്ത്ര തലത്തിലും നൽകേണ്ടതുണ്ട്. നയതന്ത്രത്തിൽ ഇതിലും കർക്കശമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നയതന്ത്ര വിദഗ്ധർ തന്നെ പറയുന്നത്. കാരണം ഇതൊരു വലിയ തീരുമാനങ്ങളല്ല, ഇത് ആദ്യത്തെ നടപടിയായിട്ട് മാത്രമേ കാണേണ്ടതുള്ളൂ. ഇതിലപ്പുറമുള്ള തീരുമാനങ്ങളിലേക്ക് പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. Meet the editors.